സി വി വർഗീസ്, ഇവിടെ ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ വെക്കുകയാണ്. അതിൽ കൂട്ടാറിൽ കമ്പമട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറെ ഇറങ്ങി വന്ന് ഒരു പ്രകോപനമില്ലാതെ ചെവുക്കല്ലെടുത്ത് അടിക്കുന്ന ദൃശ്യങ്ങളാണ്. അയാൾ പാവം പിടിച്ചവൻ കറങ്ങി താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ? ഈ സംഭവം നിങ്ങൾക്ക് അറിവുള്ളതാണോ ശ്രീ സി വി വർഗീസ്? ദൃശ്യന്റെ ശ്രദ്ധ വന്നില്ല. ഒരു കാരണവശാലും അനുവദനീയമായ കാര്യമല്ല. പോലീസ് LDF ഗവൺമെന്റ് നയമല്ല. അതുകൊണ്ട് അനാവശ്യമായ ആളുകളെ ദേവോത്തരം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അയക്കെതിരായ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പക്ഷേ സി വി വർഗീസ്, ഇവിടെ ഈ മുരളീധരൻ എന്ന് പറയുന്ന ഓട്ടോറിക്ഷക്കാരനെ ചെവുക്കലിനടിച്ച് താഴെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ചികിത്സാ ചെലവൊക്കെ ഞങ്ങളങ്ങ് വഹിച്ചോളാം എന്ന് തൽക്കാലം ഊരിപ്പോകാൻ വേണ്ടി പോലീസുകാരൻ പറയുന്നു. എന്ന് വെച്ചാൽ അതിനകത്തും ചതിയിൽ വഞ്ചന എന്നൊക്കെ പറയുന്നവർ അതിനകത്തും വഞ്ചിക്കുന്നു. ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാതെയാണ് ഈ മുരളീധരൻ പോലീസിൽ പരാതിയുമായി. ഇവർക്കും ജീവന് കൊതിയൊക്കെ ഉള്ളവരും പോലീസിനെ പേടിയൊക്കെ ഉള്ളവരുമാണല്ലോ സാറേ. അപ്പോൾ അതിനുശേഷമാണ് അപ്പോൾ അടിമുടി വഞ്ചനയാണ്. അടിക്കുകയും ചെയ്യും, ചികിത്സ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിലും ചതി. മൊത്തത്തിൽ അലമ്പാണ് ശ്രീ സി വി വർഗീസ്. ഒരു കാരണവശാലും അനുവദനീയമായ കാര്യമല്ല. ആളുകളെ, നിരപരാധികളായ ആളുകളുടെ മുന്നിൽ ഒന്നും പോലീസിന് മുക്കിട്ട് കയറേണ്ട ഒരു കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിയമപരമായി നടക്കുക. തന്നെയല്ല, ഒരാളിനെ പരസ്യമായി അടിക്കുക എന്ന് പറഞ്ഞാൽ പരസ്യമായുള്ള മാനസികമായുള്ള തകർക്കല്ലേ. ഒരാളിനെ പരസ്യമായി ടൗണിലിട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് കാണും? അതിനൊന്നും ഒരു വിധമായ ഉദ്യോഗസ്ഥനെതിരായിട്ട് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോഴാണ് നമ്മളെ ശ്രദ്ധപ്പെടുന്നത്. നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ശ്രദ്ധ വരുന്നത്. അതുപരമായിട്ട് തന്നെ ഒന്ന് അന്വേഷിക്കും, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കും. SP പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. SP അല്ലെ ശ്രദ്ധപ്പെടുത്തും, ജില്ലാ പോലീസ് അല്ല, പിന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി നടപടിയെടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇന്നലെയാണ് പത്തനംതിട്ടയിൽ നിന്നും ആ ദൃശ്യങ്ങളും ആ വാർത്തയും പുറത്തേക്ക് വരുന്നത്. അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവണം. ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ സി വി വർഗീസ് ഇതൊക്കെ? പിന്നെ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഏതെങ്കിലും നിരവധി ചെയ്താൽ അത് പൊതുവൽക്കരിച്ച് കാണേണ്ട കാര്യമില്ല. എല്ലാ മേഖലകളിലും ചില ആളുകൾ, ഇത്തരം ആളുകളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സമയമെടുത്താൽ മതി. പൊതുവൽക്കരിച്ച് പോലീസിനെ അങ്ങനെ കയറി വിടുന്ന സമയമൊന്നും ഗവൺമെന്റ് നയമല്ല. ഇതുവരെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതൊരു സംഭവത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഭീകരമായി ആളുകൾ വർദ്ധിക്കുന്ന സത്യം മുമ്പ് ഇട്ടുപെട്ടിട്ടില്ല. ഇതേ കാര്യം ഗൗരവമുള്ള കാര്യമാണ്. അത് ആധിപത്യത്തിലുള്ള നിലപാട് സ്വീകരിക്കണം. ഒറ്റ കാര്യം, ഒരു പാപിടിച്ചവനാണ്, പാപിടിച്ച ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവിധ പിന്തുണ കൊടുക്കണം. അത് നിങ്ങളൊക്കെ ഉള്ളൂ അവരുടെ കൂടെ നിൽക്കാൻ. ഇപ്പം 24-ലൂടെയാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്. ഇതുവരെ അങ്ങനെ ശ്രദ്ധ വന്നിട്ടില്ല. എന്താണെന്ന് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് ഗൗരവമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ SP-യുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തി നടപടിയെടുക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കട്ടെ. ഇല്ല എങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധപ്പെടുത്തി പരിഹാരം ഉണ്ടാകുന്നതാണ് ഉണ്ടാവും. പരിക്കേണ്ടതായിട്ട് ചികിത്സിക്കാൻ ആവശ്യമായ ക്രമീകരണം എന്താണെന്ന് അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. രാഹുൽ, ഇവിടെ സി വർഗീസ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇപ്പം ഉറപ്പിച്ചങ്ങ് പറയുന്നില്ല. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പറയേണ്ടി വരും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോഴത്തേക്കും ഉറപ്പിച്ച് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇപ്പോൾ സി വർഗീസും പറയുന്നില്ല. പോട്ടെ, രാഹുൽ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടത് എന്താണ്? ബാറിൽ പ്രശ്നം ഉണ്ടാകുന്നു, ആരോ പോലീസിനെ വിളിച്ച് പറയുന്നു. പോലീസ് ഇങ്ങോട്ട് ഇരച്ചെത്തുന്നു. അത് മഫ്തിയിലാണ് ഇരച്ചെത്തുമ്പോഴേക്കും ഈ പറയുന്ന ആ ഗതികെട്ട മനുഷ്യർ, പാവ മനുഷ്യർ കല്യാണ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് വയ്ക്കുന്നു. ഊടുപാടടി, ഇറങ്ങി വന്നു, കണ്ണും മൂക്കവും നോക്കാതെ അടി. ഇവിടെയും കാണുന്ന ഈ ദൃശ്യങ്ങൾ ഏതാണ് സമാനമായ കാഴ്ചയാണ്. പോലീസുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നേ, ആ ഫ്രസ്ട്രേഷൻ പാവം പൊതുജനത്തിൻ്റെ നെഞ്ചത്തോട് തീർക്കണോ എന്നതാണ് ചോദ്യം. രാഹുൽ, ഹാഷ്മി, ഇന്നലെ കുറച്ച് ആളുകൾ നമ്മളോട് ചോദിക്കേണ്ട ഈ പത്തനംതിട്ടയിലെ സംഭവം നടന്ന് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഈ ചില ആളുകൾ ചോദിക്കേണ്ട, ഈ പോലീസുകാർക്ക് എന്താ അവരെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് തോന്നുന്നവരെ പോയി അടിച്ചിട്ട് പോരെ എന്നുള്ള രീതിയിലേക്ക് അവരെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യം പല ആളുകളും നമ്മളോട് ചോദിച്ചു. അതിന് എന്താ മറുപടി പറയേണ്ടതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ആ ദൃശ്യങ്ങൾ കണ്ടു, പത്തനംതിട്ടയിലെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ, എന്താ ഈ സംഭവിക്കുന്നതെന്നുള്ളൊരു മറുപടി കൊടുക്കാൻ പോലീസിനെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരൊരു മറുപടി കൊടുക്കാതെ നമ്മൾ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇടുക്കിയിലെ ഈ ദൃശ്യങ്ങൾ വരികയാണ്. വാഹനത്തിൽ നിന്ന് പോലീസ് സിനിമ സ്റ്റൈലിൽ ഇറങ്ങുന്നു. ഒരു സുരേഷ് ഗോപി സ്റ്റൈലിൽ ഇങ്ങനെ ഇറങ്ങുകയാണ്. ആദ്യം നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. പടക്കം പൊട്ടിക്കാൻ പറ്റില്ല. ഈ കൂട്ടാർ മേഖലയിൽ തൊട്ടടുത്തൊക്കെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അവിടെ ആ രാത്രിയിലൊക്കെ ന്യൂ ഇയർ ആഘോഷം നടന്നിരുന്നു. പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അവിടെ ഒന്നും ഒരു പോലീസും പോയി പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഈ പടക്കം പൊട്ടിക്കരുതെന്ന് പറയുകയോ അവരെ മർദ്ദിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ അന്വേഷിച്ചറിയുകയും ചെയ്തു. അങ്ങനെ റിസോർട്ടുകളിലൊന്നും ചെയ്യാത്ത ഒരു പോലീസുകാരൻ, ഒരു CI ഷമീർ ഖാൻ സിനിമ സ്റ്റൈലിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം അവിടെ ചെറിയൊരു കവലയാണ്,
ഒരുപാട് ആളുകളൊന്നുമില്ല. അവരവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരു പടക്കമൊക്കെ പൊട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇടുക്കിക്കാർക്ക്. സാധാരണ ഒരു ചെറിയ ഗ്രാമമാണ്. അവിടുത്തെ ആളുകൾക്ക് ഒരു 2 പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര തെറ്റായ കാര്യമാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഈ പോലീസുകാരൻ ഇങ്ങനെ ചെയ്യുന്നോടം വരെ. എന്തായാലും ഇനി അവർ പടക്കം പൊട്ടിക്കാൻ പോകുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സംശയമാണ്. എന്തായാലും ഈ പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തിനാണ് അത് അനാവശ്യമാണ്, ഇത് പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഓക്കെ ശരി, എന്തെങ്കിലും നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ കാണും, ചില സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കാണും, പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഓക്കെ, സമ്മതിച്ചു, അംഗീകരിക്കുന്നു. എന്നിരുന്നാലും ആ കൂട്ടത്തിൽ നിന്ന ആളുകളെ പിടിച്ചു തള്ളാൻ എന്താണ് കാരണം? എന്ത് പ്രകോപനമുണ്ടായിട്ടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിടിച്ചു തള്ളേണ്ടത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല അവിടെ കട നടത്തുന്ന ആളാണ്, സ്വന്തം കടയ്ക്ക് മുമ്പിലാണ്, ആ കൂട്ടാർ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറാണ്. അയാൾക്ക് അവിടെ നിൽക്കാനുള്ള എല്ലാ അധികാരമുണ്ട്. അയാൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ആളല്ല, പുറത്തു നിന്ന് വന്നിരിക്കുന്ന ഒരാളല്ല, ഒരു കള്ളനല്ല, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് അടിക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാളിയോ അല്ല. അങ്ങനെ അയാൾക്ക് നിൽക്കാൻ അധികാരമുള്ള, അയാളുടെ കടയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അയാളെ പിടിച്ചു വലിച്ചു മാറ്റിയിട്ട് ആ വലിയ സുരേഷ് ഗോപി സ്റ്റൈലിലുള്ള പോലീസുകാരൻ ഈ മുരളീധരൻ ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആദ്യം എല്ലാവരും തള്ളി മാറ്റിയതിനു ശേഷം ഈ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പ്രകോപനമില്ല, അതൊരു മനുഷ്യനെ ചാടി ആക്രോശിച്ച് പാഞ്ഞെടുത്ത് കൈവീശി എന്താണ് കരണക്കുറ്റി തീർത്ത് അടിക്കുകയാണ്. എന്തിനാണെന്നോ എന്താ ഇവരുടെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവിടെ നമ്മുടെ റീന സതീഷനാണെന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഹാഷ്മി ഒറ്റ പോയി 10,000 കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും എല്ലാം ഒറ്റപ്പെട്ട. സീനാ മുഹമ്മദാണ്. ഒറ്റ പോയി 10,000 കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോഴും എല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന ഈ വാക്ക് എന്ത് മാറ്റമെന്ന് പറയുന്നുണ്ട്. റീന സതീശൻ പറയുന്ന ഒറ്റപ്പെട്ട സംഭവം 1 2 50 അത്രേ ഉള്ളൂ. ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന വാക്ക് തന്നെ എടുത്തു മാറേണ്ട സമയം കഴിഞ്ഞു ഹാഷ്മി എന്ന് പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവം എന്ന് ഇനിയും പറയുന്നവർ എന്ത് പറയാനാ.